മഹാരാഷ്ട്രയിലെ ശരത് പവാർ കോൺഗ്രസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് വേറിട്ട് പോയി ശരത് പവാർ കോൺഗ്രസ് ഉണ്ടാക്കി വലിയ അധികായകനാണ്. പക്ഷെ പിന്നെ അത് വന്നപ്പോൾ അജിത് പവാറുമായിട്ട് തെറ്റി. അജിത് പവാർ വലിയ അഗ്രഗണ്യനായി വന്നു, വലിയ രാഷ്ട്രീയക്കാരനായി മഹാരാഷ്ട്ര വളർന്നു വന്നു. പക്ഷെ അജിത് പവാർ ശരത് പവാറും തമ്മിൽ തെറ്റി. ഇപ്പൊ അജിത് പവാറിന് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അജിത് പവാറിന്റെ ഗ്രൂപ്പ് അതുവരെ NDAയിലാണ് നിൽക്കുന്നത്, BJP ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്, അവിടെ ഫട്നാവിസിന്റെ അലയൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അജിത് പവാറിന്റെ കൂടെയാണ് കേരളത്തിൽ നമ്മുടെ തോമസ് കെ തോമസ് എന്ന് പറയുന്ന കുട്ടനാടിന്റെ MLAയും AK ശശീന്ദ്രൻ മന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും. ഇവിടെ വേറെ ഒരു വൈരുദ്ധ്യമുണ്ട്. കൃഷ്ണൻകുട്ടിയും ദേവഗൌഡയൊക്കെ NDAയിൽ നിൽക്കുന്നു. അതേസമയം കൃഷ്ണൻകുട്ടി അവരുടെ കൂടെയുള്ള കൃഷ്ണൻകുട്ടിയും മാത്യു തോമസ് ഒക്കെ LDF നിൽക്കുന്നു. ഇങ്ങനെ വലിയൊരു വൈരുദ്ധ്യമുണ്ട് നാഷണൽ ലെവലും ഇതൊക്കെ ഉണ്ട്. BJP തൊട്ടവനെ തൊട്ട് തൊടാത്തവനെ തൊട്ടു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പൊ ഇപ്പോൾ അവസാനം വരുന്നൊരു വാർത്ത, അജിത് പവാറിന്റെ ഒരു കത്ത് ഈ മന്ത്രിക്കും MLAക്കും കിട്ടിയിരിക്കുന്നു. അവരെ രണ്ടുപേരെയും 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അടിയന്തരമായി അവരുടെ ഈ ഇതിൽ നിന്ന് അവർ നേടിയ പാർട്ടിയിൽ നിന്ന് നേടിയിട്ടുള്ള സ്ഥാനങ്ങൾ രാജിവെക്കണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കാനായിട്ട് കത്ത് കൊടുക്കും, സ്പീക്കർക്ക് കത്ത് കൊടുക്കും. കത്ത് കൊടുത്താൽ അവർ പുറത്ത് പോകേണ്ടി വരും. കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി നോമിനികളല്ല എന്ന് പറഞ്ഞാൽ ഇനി അവരെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ, ചേർന്നാൽ എങ്ങനെ ഇരിക്കും, ഇനി ശരത് പവാറിന്റെ കൂടെ പോകുമോ, അതോ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുമോ? ശരത് പവാറിന്റെ കൂടെ പോയാൽ ഈ കൂറുമാറ്റ നിയമം ബാധകമാകില്ലേ? ഇപ്പൊ അവർ കൂറുമാറിയിട്ടില്ല, അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുറത്താക്കിയാൽ പോകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കണം. എന്തായാലും 2 പേരെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ മന്ത്രിയാണ് എന്നുള്ളത് അടുത്ത തലവേദനയാണ്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരോഗ്യമന്ത്രി വലിയ തലവേദനയായി, അതിങ്ങനെ കുറച്ചൊന്ന് ശരിയായി വന്നപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തലവേദനയായി. അത് കുറച്ചൊന്ന് ഇങ്ങനെ ക്ലച്ച് പിടിച്ച് മാറ്റിയൊക്കെ വന്നപ്പോഴാണ് ശിവൻകുട്ടിയുടെ വകുപ്പിൽ കുറെ തലവേദന വിഷയങ്ങൾ. ഇപ്പൊ ഇതാ വനം മന്ത്രിയും വീഴുകയാണ്. ഓരോ വിക്കറ്റുകളായി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. വനം മന്ത്രി ഇനിയിപ്പോ അതിന്റെ വിവാദങ്ങളും തർക്കങ്ങളുമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ. ഇനിയിപ്പോ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും, LDF എന്ത് നിലപാടെടുക്കും, ഗോവിന്ദൻ മാഷ് എന്ത് നിലപാടെടുക്കും, MA ബേബി എന്ത് നിലപാടെടുക്കും, ഇതൊക്കെ വലിയ കൺഫ്യൂഷനാണ്. അപ്പോൾ വലിയ തോതിലാണ് നമുക്കിവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്ന്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം ഓരോ ദിവസം കഴിയുന്തോറും അനുനിമിഷം സംഘർഷഭരിതവും കലുഷിതവുമായി കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് കൂട്ടുമുന്നണി ഗവൺമെന്റുകളാണ്. ഈ കൂട്ടുമുന്നണി ഗവൺമെന്റുകൾ തന്നെ സമ്മർദ്ദ പിയർ ഗ്രൂപ്പുകൾ, പ്രഷർ ഗ്രൂപ്പുകൾ, ഫോഴ്സ് ഗ്രൂപ്പുകളൊക്കെ ഒരുപാടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം വേറെയുണ്ട്. മതവും രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പാർട്ടിക്കകത്ത് ഇങ്ങനെ തത്വാധിഷ്ഠിതമല്ലാത്ത ഒരുപാട് നിലപാടുകൾ. നാഷണൽ ലെവലിൽ BJP ഗ്രൂപ്പിൽ അല്ലെങ്കിൽ NDA ഗ്രൂപ്പിൽ, സ്റ്റേറ്റിൽ വരുമ്പോൾ LDFിൽ നിൽക്കുന്നു. അത് ജനതാദളിനെ എടുത്താലും അങ്ങനെ തന്നെ, ഇപ്പോൾ ഇത് നമ്മുടെ ഇവരുടെ കോൺഗ്രസ് എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് എടുത്താലും അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനെ NCP നാഷണൽ കോൺഗ്രസ് പാർട്ടി, അപ്പോൾ NCPയും കോൺഗ്രസിൽ നിന്ന് മാറി ഉണ്ടായതാണ് ശരത് പവാറും. NCP അജിത് പവാർ ഗ്രൂപ്പും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ വളരെ രസകരമാണ് രാഷ്ട്രീയം ആലോചിച്ചാൽ. ഇതൊക്കെ കൂടി അടുത്ത ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 2 തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വരുന്നതിനിടയിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു, വ്യക്തി സമവാക്യങ്ങൾ മാറുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറേണ്ടി വരുന്നു. വളരെ വലിയ തോതിലാണ് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജിത് പവാറിന്റെ കത്ത് ലഭിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായി ഇവർ രാജിവെക്കാതിരുന്നാൽ അജിത് പവാർ കത്ത് സ്പീക്കർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും 6 വർഷത്തേക്ക് പുറത്താക്കി 2 പേരെയും, 2 പേരോടും ഈ പാർട്ടിയിൽ നിന്ന് ജയിച്ചതിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥികളായിട്ട് നിന്നതിൻ്റെ രാജിവെക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. രാജിവെക്കുമോ ഇല്ലേ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ മറ്റൊരു വാർത്തയാകും. ഒരു പ്രാവശ്യം വനം മന്ത്രി രാജിവെച്ചതാണ്, നേരത്തെ ഹണി ട്രാപ്പിൽപ്പെട്ട് രാജിവെച്ചതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതാ രണ്ടാമത് ഇനി ഒരു രാജി വരുമോ? അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമോ? വീണ്ടും ചോദ്യമുണ്ട്. കുറച്ചു കാലത്തെങ്കിലും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമോ? പ്രത്യേകിച്ച് സ്വരാജ് ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാക്കുമെന്നൊക്കെയുള്ള വാർത്ത കേട്ട് സ്വരാജ് തോറ്റുപോയി. ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ മന്ത്രിസഭ പിന്നെ വീണ ജോർജ് വലിയ പ്രതിരോധത്തിലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷഫിളിംഗ്, വകുപ്പുകൾ തമ്മിലുള്ള ഷഫിളിംഗ് എങ്കിലും വരുമോ? ഇനി തോമസ് കെ തോമസ് മന്ത്രിയാകുമോ? ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, അതോ 2 പേരും പുറത്തു പോകുമോ എന്നുള്ള രാഷ്ട്രീയ ചലനങ്ങൾ, തുടർ ചലനങ്ങൾ എന്തൊക്കെ നടക്കുമെന്നാണ് നമുക്കിനി അറിയാനുള്ളത്.